ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഫേസ്ബുക്ക് പേജ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഫേസ്ബുക്ക് പേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും നമുക്ക് ഫേസ്ബുക്ക് പേജ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്ക് പേജ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന പേജിൽ ടോപ്പ് റൈറ്റിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്കും ഒരു 3 ലൈൻസും കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ആണ് ഇത്. ഇതിൽ നമ്മുടെ നെയിം കാണിക്കും. അതിൻ്റെ ടോപ്പ് റൈറ്റിലായിട്ട് ഒരു ഡൗൺ ആരോ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഏതൊക്കെ പേജസ് ഉണ്ടോ, നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന പേജസ് എല്ലാം നമുക്കിവിടെ വ്യൂ ആകും. അപ്പോൾ നമുക്ക് വേണ്ട ഡിലീറ്റ് ചെയ്യേണ്ട പേജിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ പേജാണ്, ശ്രീ ഫിസിയോ എന്നുള്ള പേജ് ക്ലിക്ക് ചെയ്യുവാണ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. സോ ആ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകും. ആ പേജിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ആണ് ഈ കാണിക്കുന്നത്. ഇതിൽ ടോപ്പ് റൈറ്റിൽ തന്നെ 3 ലൈൻസ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഇൻ്റർഫേസിൽ താഴോട്ട് പോകുമ്പം സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ സെറ്റിങ്സ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. അതിൽ നമുക്ക് എടുക്കേണ്ടത് യുവർ ഇൻഫർമേഷൻ എന്നുള്ള സെക്ഷനിലേക്ക് പോകുക. അവിടെ ആക്സസ് ആൻഡ് കൺട്രോൾസ് എന്നൊരു സെക്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കും, ഡീആക്ടിവേറ്റ് പേജും ഡിലീറ്റ് പേജും. ഡീആക്ടിവേറ്റ് പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഡീആക്ടിവേറ്റ് ചെയ്താൽ മതിയെങ്കിൽ ആ ഓപ്ഷനിലേക്ക് പോകാം. പേജ് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്തിനാണ്, റീസൺ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുവാണ്. ഐ സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ ഫേസ്ബുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് പേജ് ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമ്മളിപ്പോൾ ടൈം മാനേജ്മെൻറ്റിന് നമുക്കൊരു നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേജ് ഡിലീറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് പേജ് ഡിലീറ്റ് ചെയ്യാൻ തന്നെ പോവുകയാണ് പെർമനൻ്റ്ലി. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ആണിത്. ഇതിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ നമുക്ക് എന്തെങ്കിലും ബാക്കപ്പോ കാര്യങ്ങളോ എടുക്കാനുണ്ടെങ്കിൽ നമുക്കതിവിടെ ചെയ്യാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിതിവിടെ നോക്കുന്നില്ല, ഡൗൺലോഡ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് വരുന്ന ഒരു സ്ക്രീനാണിത്. ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ പേജ് ഒരു 30 ഡേയ്സ് ആകുമ്പോഴത്തേക്കും ഡീആക്ടിവേറ്റ് ആകും, അതായത് പെർമനൻ്റ്ലി ഡിലീറ്റ് ആകും. അതുവരെ നമുക്കിതിപ്പോൾ ഒരു റീആക്ടിവേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് വീണ്ടും നമുക്കിതിനെ ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും ഈ 30 ഡേയ്സിനുള്ളിൽ. 30 ഡേയ്സ് കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ്ലി നമുക്ക് ഈ ഒരു പേജ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ഡിലീറ്റ് പേജ് കൊടുക്കുക. ഇപ്പം നമ്മുടെ പേജ് ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്കാണ് ഇപ്പം റീഡയറക്റ്റ് ചെയ്ത് പോയത്. നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം നമ്മുടെ പേജ് ഡിലീറ്റ് ആയോ എന്ന്. നമ്മൾ വീണ്ടും ടോപ്പ് റൈറ്റിൽ കാണുന്ന ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പ് റൈറ്റിൽ കാണുന്ന ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ 2 പേജസിൽ ഒരു പേജസ് മാത്രമേ വിസിബിൾ ആകുന്നുള്ളൂ, മറ്റേ പേജ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജ് വീണ്ടും ആക്ടിവേറ്റ് ആക്കണം, ഈ 30 ഡേയ്സിനുള്ളിൽ ആക്ടിവേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പേജസ് എന്നുള്ള ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ആ പേജ് ആക്ടിവേറ്റ് ആക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ വീണ്ടും ആക്ടിവേറ്റ് ആക്കാവുന്നതാണ് 30 ഡേയ്സിനുള്ളിൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പേജ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ഓക്കെ, താങ്ക്